ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു 50 ലക്ഷത്തിനകത്ത് ഒറ്റ നില ഒരു വലിയൊരു വീട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ 5 സെൻറ്റിൽ വരുന്നതാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തച്ചോട്ടാവിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് മൂങ്ങോട് എന്ന സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഈ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് വരുന്നത്. ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. ചുറ്റുപാടും തന്നെ ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം അടുത്താമസമുള്ള ചുറ്റുപാടുള്ള വീടിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു ഒറ്റനില വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് കയറി കാണാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 5 സെൻറ്റിലാണ്. അപ്പോൾ 1100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് കുറേ ഫ്ലവർ പ്ലാന്റ് എല്ലാം നമുക്ക് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് വീടിൻ്റെ ചുറ്റുപാട് തന്നെ എല്ലായിടത്തും ഫ്ലവറൊക്കെ വെച്ച് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ട് നനകല്ല് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. കേട്ടോ, ഒരു 2 കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ വീടിന് നമുക്ക് പൈപ്പും ബോർവെല്ലുമാണ് നമുക്ക് വാട്ടർ കണക്ഷനായിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഈ ഒരു പോർഷൻ ഫുള്ള് സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ട് നമുക്ക് 8x4 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ 2 പ്ലാന്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8x4 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഒരു എൻട്രൻസ് ഡോർ കാണാൻ പറ്റും. ഫുള്ള് പ്ലാവിൽ ചെയ്തിട്ടുള്ള ഡോറാണ്. കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ചുമലൊക്കെ ഉണ്ടോ, ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൈഡ് ചുമരൊക്കെ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നതാണ് ലിവിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്ത് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വാഷിംഗ് ഏരിയ ഈ ഭാഗത്തും നമുക്ക് കിച്ചൺ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 1 ബെഡ്റൂം 2 ബെഡ്റൂം ഈ കാണുന്ന കയറി വരുമ്പോൾ വലത് ഭാഗത്താണ്, ഈ ഭാഗത്തും ഒന്ന് ഇപ്പുറത്തുമാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഫുള്ള് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിനി വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ലിവിങ് ഏരിയ 24x18 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മുകളിൽ നമുക്ക് സീലിംഗ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ടൈലിൻ്റെ പാറ്റേൺ ഉണ്ടോ, ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ലിവിങ് ഏരിയ തന്നെ നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് നമുക്കിവിടെ. ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. തൊട്ടിപ്പുറത്ത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ കൊടുത്തിരുന്ന PVC പാനലാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ TV ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിർത്താൻ പറ്റുന്ന രീതിക്കാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് നമുക്ക് 12x8 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. മുകളിൽ ഇവിടെയും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിങ്ങും സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ കാണുന്ന നമുക്കൊരു കോക്കറി ഷെൽഫിൻ്റെ ഒരു ചെറിയ രീതിക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കാണാനും. ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് വരുന്നത്. 12x8 ആണ് നമുക്ക് ഇവിടുത്തെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തന്നെ നല്ല സ്പേസ് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുറകിലുള്ളതും PVC പാനലാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും ഒരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ വാഷിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കിച്ചണിലെ മെറ്റീരിയൽ നമുക്ക് ബോർഡ് വർക്ക് ചെയ്യാനാണ് വരുന്നത്. ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഡോറുകളാണ് നമുക്കിവിടെ വരുന്നത്. താഴെ ഈ കാണുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു മാർബിളിൻ്റെ ഒക്കെ പാറ്റേൺ ഉണ്ടോ, അതാണ് നമുക്ക് മുകളിലും കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കണ്ടോ, ഇവിടെയൊക്കെ ധാരാളം ഷെൽഫ് വരുന്നുണ്ട്. മുകളിലും ഫുള്ള് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചൺ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിങ്കാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്കിവിടെ നനകല്ല് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള
സ്കോപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ആണ് നോക്കേണ്ടത്. നമുക്ക് കയറി വരുമ്പോൾ ഈ വലത് ഭാഗത്ത് 2 ബെഡ്റൂം നമുക്ക് ആദ്യം വരുന്നുണ്ട്. നമുക്കത് നോക്കിയിട്ട് അടുത്ത് 3ാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്തുണ്ട് ചുമരിൽ നല്ലൊരു വാളാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ പാറ്റേണുള്ള ഒരു വാളാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കാണുന്നതാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ സൈഡിൽ വാളിൽ നമുക്ക് ഈ ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് വാർഡ്രോബ് ഉണ്ടോ, ഒരു 3 ഡോർ വരുന്ന വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. മാർബിളിൻ്റെ പാറ്റേൺ പോലത്തെയാണ്, ലാമിനേറ്റ് ചെയ്തതാണിത്. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മിററും ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഭാഗത്തും വരുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, PVC ഡോറ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈല് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ വലിയൊരു ഷവറൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി മിറർ, ലൈറ്റിങ്, എല്ലാ സംഭവവും കോമൺ ആയിട്ടുള്ള എല്ലാ സംഭവവും ചെയ്തിട്ടുണ്ട്. ഇനി 2ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്ക് 12x10 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് 2 വിൻഡോ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ചുമലിലുണ്ടോ ഈ ഒരു ഡിസൈനാണ് പെയിൻറ്റിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വാർഡ്രോബ് നമ്മൾ അപ്പുറത്ത് കണ്ട അത് ഒരു പാറ്റേൺ തന്നെയാണ്, 3 ഡോർ വരുന്ന പാറ്റേൺ. സെയിം കളറും സെയിം തന്നെയാണ് വരുന്നത്, മിററൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം നമുക്ക് PVC ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ടൈലിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. തറയിലത്തെ ഗ്രിപ്പിംഗ് ടൈലും സൈഡിൽ വരുന്ന ടൈലിങ്ങിലും മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. ബാക്കി സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ലൈറ്റും മിറർ എല്ലാ സംഭവവും കോമൺ ആയിട്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷൻ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ട വാളിൽ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് തന്നെയാണ് ഇത് എവിടെയും കൊടുത്തിട്ടുള്ളത്. സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ സൈഡ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ മിററും ബാക്കി സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് മിററൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ, PVC ഡോർ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമിൽ നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട അതേ മെറ്റീരിയലും ഡിസൈനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 47 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വീട് വന്ന് കാണാവുന്നതാണ്. നിങ്ങൾ ഹോം ലോണിനാണ് വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ലോൺ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ദയവായി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വീട് നോക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിലുള്ള വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.